ഹലോ ചങ്ങായിസ്, നമുക്കിതൊരു അടിപൊളിയായിട്ട് ഒരു ടൊമാറ്റോ പാസ്തേൻ്റെ റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിതാ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു സവോള കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 വലിയ തക്കാളി നന്നായിട്ട് പഴുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു തക്കാളി കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പൊടീൻ്റെ പച്ചമണം മാറുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പാസ്ത കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ആവശ്യമായിട്ടുള്ള പാസ്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് പാസ്ത നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കും. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഏത് പാത്രത്തിലാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സഡ് ജാറിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ്, നമുക്ക് തക്കാളീൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സഡ് ജാറിൽ കഴുകിയ ആ ഒരു വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാസ്ത കുക്ക് ചെയ്ത വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പാസ്തയ്ക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്താ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു ക്രീമി പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പാസ്ത നന്നായിട്ട് കുറച്ച് തിക്കായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്തയുടെ ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടിപൊളി ടൊമാറ്റോ പാസ്തേൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറാണ് കേട്ടോ. അപ്പോൾ പാസ്ത ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ കുറച്ച് ഡെക്കറേഷനായിട്ട് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.